ചെന്നൈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന 7 സ്റ്റാർ ഹോട്ടൽ, റെയിൻ ട്രീ ഹോട്ടൽ. ഹോട്ടലിന്റെ 3-ാം നിലയിലെ ശീതീകരിച്ച പോഷ് സ്യൂട്ടിൽ സീത മേക്കപ്പ് ഇടുന്ന തിരക്കിലായിരുന്നു. കണ്ണുകൾ കറുപ്പിച്ചും ചുണ്ടുകൾ ചുവപ്പിച്ചും അവൾ നേരം കളഞ്ഞു. സീറോ സൈസ് ബോഡിയിൽ ഒട്ടിക്കിടക്കുന്ന കറുത്ത ഗൗണിൽ അവൾ സുന്ദരിയായിരുന്നു. കേൾ ചെയ്ത മുടിയും വൈറ്റ് സ്റ്റോണിന്റെ ഓർണമെന്റ്സും അവളെ ഒരു ബോളിവുഡ് നടിയെപ്പോലെ തോന്നിച്ചു. മേക്കപ്പ് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് നിന്ന് കണ്ണാടിയിൽ തന്റെ ഭംഗി നോക്കി തൃപ്തിപ്പെട്ടു. കട്ടിലിരുന്ന് ഹൈഹീൽ ചപ്പലിന്റെ സ്ട്രാപ്പ് പിടിച്ചു കെട്ടുമ്പോഴാണ് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ടോൺ കേട്ടത്. അവളുടെ ചൊടികൾ വിടർന്നു. അതാരുടെ സന്ദേശമാണെന്ന് അവൾക്ക് അറിയാമെന്ന് ആ പുഞ്ചിരിയിൽ നിന്നറിയാം. ചെരുപ്പിട്ടുകൊണ്ട് അവൾ എഴുന്നേറ്റ് ടേബിളിലിരുന്ന ഗോൾഡൻ ബാക്ക് കവറുള്ള വില കൂടിയ മൊബൈൽ ഫോൺ കൈയെത്തിയെടുത്തു. ഞാനൊരു ഹാഫ് ആൻ അവർ വൈകും ബേബി. ചുംബനത്തോടൊപ്പം വന്ന കാർത്തിക്കിന്റെ വോയിസ് കേട്ട് അവൾ നാണത്തോടെ ഓക്കെ എന്ന് മറുപടി കൊടുത്തു. ഫോണും ലിപ്സ്റ്റിക്കും ഹാൻഡ് ബാഗിലാക്കി തിരിഞ്ഞും നിവർന്നു നിന്ന് ഫ്രണ്ടും ബാക്കും കണ്ണാടിയിൽ നോക്കി തൃപ്തിയായി അവൾ മുറിയിൽ നിന്നിറങ്ങി. ഡോറടച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവളുടെ ചുണ്ടിലൊരു വശ്യമായ ചിരിയുണ്ടായിരുന്നു. കാർത്തിക്കിനൊപ്പമുള്ള നിമിഷങ്ങൾ മനസ്സിൽ നിറഞ്ഞപ്പോൾ ആ കവിളുകൾ തുടുത്തു. മുഖം ചുവന്നു. ലിഫ്റ്റിനുള്ളിലേക്ക് കയറി ഗ്രൗണ്ട് ഫ്ലോർ പ്രസ് ചെയ്തിട്ട് അവൾ ലിഫ്റ്റിന്റെ മിററിൽ ഒന്നുകൂടി അവളെ കണ്ടു. ആരും കണ്ടാൽ കൊതിക്കുന്ന സൗന്ദര്യം തനിക്കുണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തല നിവർത്തി അവൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് ലിഫ്റ്റിൽ നിന്നിറങ്ങി. ലോബിയിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല. അവൾ നേരെ റെസ്റ്റോറന്റിലേക്കാണ് പോയത്. റിസപ്ഷനിൽ നിന്ന 2 യുവാക്കളും അവളെ വിഷ് ചെയ്ത് പുഞ്ചിരിച്ചു. അവർക്ക് മറുപടിയായി അവൾ തലയനക്കി. റെസ്റ്റോറന്റിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ബാർ അറ്റാച്ച്ഡ് ആയിരുന്നതിനാൽ മദ്യപിക്കുന്നവരാണ് അധികവും. ആളൊഴിഞ്ഞൊരു കോർണറിലെ കാൻഡിൽ ലൈറ്റിന് താഴെ പാതി ഇരുണ്ട് കിടന്നൊരു ടേബിളിനടുത്ത് ചെന്നിരുന്നു അവൾ. ഹാൻഡ് ബാഗ് ടേബിളിൽ വെച്ച് എൻട്രൻസ് ഡോറിലേക്ക് നോക്കി. അടഞ്ഞു കിടക്കുന്ന ഗ്ലാസ് വാതിലിനപ്പുറം ഹോട്ടലിന്റെ മെയിൻ എൻട്രൻസും അവിടെ ഇരുന്നാൽ കാണാം. ബേറർ ഓർഡർ എടുക്കാൻ വന്നപ്പോൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സീത ബാഗിൽ നിന്നും ഫോൺ എടുത്തു. കാർത്തികിനെ വിളിക്കാതെ അവളൊരു മെസ്സേജ് കൊടുത്തു. ഡ്രൈവ് ചെയ്യുകയാവും അവനെന്ന് അവൾ ഊഹിച്ചു. ഞാൻ റെസ്റ്റോറന്റിലുണ്ട്. അവൾ ഫോണിൽ ഒന്ന് നോക്കിയിട്ട് തന്നെ വെയിറ്റ് ചെയ്തു നിൽക്കുന്ന ബെയറർ ബോയിയെ നോക്കി. അവൾ അവനെ കൈ കാട്ടി വിളിച്ചു. അത് കാത്തിരുന്ന പോലെ അവൻ ഓടി വന്നു. അവൾ ഒന്നുകൂടി എൻട്രൻസ് ഡോറിലേക്ക് നോക്കിയിട്ട് ഒരു ഡ്രിങ്ക്സ് കൊണ്ടുവരാൻ പറഞ്ഞു. ബോയ് പോയതും അവൾ ഫോണിലേക്ക് നോക്കി. കാർത്തിക് വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുന്നു. വൈകുമെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും വൈകാൻ മാത്രമുള്ള ട്രാഫിക് ഉണ്ടാകുമോ എന്നവൾ ചിന്തിച്ചു. ടേബിളിലിരുന്ന ഫോണിൽ സമയം 8:40 എന്ന് കാണിച്ചു. 8 മണിക്ക് വരാമെന്ന് പറഞ്ഞതാണ് കാർത്തിക്. ബേററിന്റെ വെളിയിൽ എൻട്രൻസ് ഡോറിൽ നിന്നവൾ നോട്ടം മാറ്റി. ട്രേയിൽ കൊണ്ടുവന്ന ക്രിസ്റ്റൽ ഗ്ലാസ്സിലെ ദ്രാവകം അവൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അവൻ പോയി. താങ്ക്സ്. അവൾ അവനോട് നന്ദി പറഞ്ഞു. കാർത്തിക്കിന്റെ വരവും കാത്തിരുന്ന് അവൾ ആ ഗ്ലാസ് തന്റെ ചുണ്ടോട് ചേർത്തു. 2 കവിൾ കുടിച്ചപ്പോൾ തന്നെ ആകെ ഒരു അസ്വസ്ഥത. കണ്ണിനൊരു മങ്ങൽ പോലെ, തല വേദനിക്കും പോലെ, വയറ്റിൽ ആകെ ഒരു വെപ്രാളം. ബാത്റൂമിൽ പോകാൻ തോന്നുന്നത് പോലെ. അതോ വൊമിറ്റ് ചെയ്യാനാണോ? അവൾ ഫോൺ ഹാൻഡ് ബാഗിലേക്ക് വെച്ച് പതിയെ എഴുന്നേറ്റു. ബോയിയോട് ഇപ്പോൾ വരാമെന്ന് കൈ കാണിച്ചുകൊണ്ട് അവൾ പതിയെ മുന്നോട്ട് നടന്നു. ചുറ്റുമിരിക്കുന്നവർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്ന് അവൾക്ക് തോന്നി. ഡോർ തുറന്ന് തന്റെ റൂമിലേക്ക് പോകാനായി ലോബിയിൽ നിന്നും ഇടനാഴിയിലൂടെ നടന്നു. താൻ വന്നിറങ്ങിയ ലിഫ്റ്റ് മുകളിലേക്ക് പോയതേയുള്ളൂ എന്ന് ഡിസ്പ്ലേയിൽ മാറി മറയുന്ന ഫ്ലോറുകളുടെ എണ്ണത്തിൽ നിന്ന് മനസ്സിലായി. കാലുകൾ കുഴയുന്നുണ്ട്. ചുവടുകൾ ഇടറുന്നു. അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് ഭിത്തിയിൽ പിടിച്ചവൾ മെല്ലെ തൊട്ടടുത്ത ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടന്നു. തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ. ഒന്ന് ബാത്റൂമിൽ പോയാൽ ചിലപ്പോൾ ശരിയാകുമെന്ന് തോന്നുന്നു. ഒരുവിധം തപ്പിപ്പിടിച്ച് ലിഫ്റ്റിൽ കയറി. 3-ാം നിലയിലേക്കാണ് പോകേണ്ടത്. അവൾ ലിഫ്റ്റിൽ 3-ാം നമ്പർ പരതി. കണ്ണുകൾ കൂമ്പി അടയുന്നു. ഒരുവിധം 3-ൽ പ്രസ് ചെയ്ത് അവൾ ലിഫ്റ്റിൽ ശരീരം താങ്ങി നിന്നു.
എന്നാൽ ലിഫ്റ്റിന്റെ ഡോറിനടുത്തായി ചുവന്ന നിറത്തിൽ 4-ാം നമ്പറാണ് തെളിഞ്ഞു കണ്ടത്. തലയിലെ പെരുപ്പിൽ, കണ്ണിന്റെ മഞ്ഞപ്പിൽ അവൾ നമ്പർ മാറി പ്രസ് ചെയ്തത് ശ്രദ്ധിച്ചിരുന്നില്ല. ലിഫ്റ്റ് ഓപ്പൺ ആയതും അവൾ മെല്ലെ പിടിച്ച് പുറത്തേക്കിറങ്ങി. ഒരുവിധം നടന്ന് മുന്നോട്ട് പോയി തന്റെ റൂമിന്റെ അടഞ്ഞുകിടക്കുന്ന ഡോറിന് മുന്നിൽ നിന്നു. തല നിവർത്തി നോക്കുമ്പോൾ ഡോർ ലോക്ക് ചെയ്യാതെയാണ് പോയതെന്ന് മനസ്സിലായി. അവൾ മെല്ലെ റൂം ഹാൻഡിലിൽ പിടിച്ചു തിരിച്ചു. ഡോർ തുറന്നു വന്നു. ബാഗ് കട്ടിലേക്കിട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബാത്റൂമിന്റെ വാതിൽ തുറന്നൊരാൾ പുറത്തേക്കിറങ്ങി വന്നു. വെളുത്ത ടവൽ മാത്രമാണ് വേഷം. കുളി കഴിഞ്ഞുള്ള വരവാണെന്ന് കണ്ടാലറിയാം. കൺമുന്നിൽ നിൽക്കുന്ന പുരുഷനെ കണ്ടവൾ പുഞ്ചിരിച്ചു. ഹേയ് കാർത്തി, എനിക്ക് എൻഗേജ്മെന്റ് സർപ്രൈസ് തരാൻ വന്നാണല്ലേ? കൊച്ചു കള്ളൻ, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ലവ് യു ബേബി. അവൾ അവന്റെ ദേഹത്തേക്ക് കുഴയുന്ന വാക്കുകളിൽ സ്നേഹം നിറച്ചുകൊണ്ട് വന്നു വീണു. തന്റെ മുറിയിലേക്ക് തന്റെ അനുവാദമില്ലാതെ കടന്നു വന്ന പെണ്ണ് ആരാണെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ശ്രീകാന്ത്. കുളി കഴിഞ്ഞിറങ്ങിയ വേഷത്തിൽ തന്റെ നെഞ്ചിൽ കിടക്കുന്നവൾ അപകടകാരിയാണോ എന്ന ചിന്തയിൽ അവനൽപ്പം ജാഗരൂകനായി. അയാൾ അവളെ പിന്നിലേക്ക് തള്ളി ദേഷ്യത്തിൽ ചോദിച്ചു. ഹേയ് കാർത്തി, എന്തിനാ ദേഷ്യം? ഞാൻ നിന്നെ കാത്തവിടെ ഇരിക്കുമ്പോ നീ എന്റെ റൂമിലേക്ക് വന്ന് എനിക്ക് സർപ്രൈസ് തന്നു. ഐ നോ യു മാഡ്ലി ലവ്സ് മീ. ഐ കിസ് യു ബേബി. അവൾ അവനിലേക്ക് ഇഴുകിച്ചേർന്ന് അവന്റെ ചുണ്ടുകളിൽ ചുംബിക്കാൻ പോയതും അവൻ അവളെ പിന്നിലേക്ക് തള്ളി. What are you doing? Please get out from here. ശ്രീകാന്ത് അവളോട് ചൂടായി. ഹേയ് നോ ബേബി, നിന്റെ സർപ്രൈസ് ഞാൻ പൊളിച്ചതിലുള്ള ദേഷ്യമാണല്ലേ? സോറിയാ. I want you. I need you. I love you. I want to kiss you now. അവൾ അവന്റെ ശരീരത്തിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് അവന്റെ നഗ്നമായ നെഞ്ചിലേക്ക് ഒന്നുകൂടി അമർന്നു. അവന്റെ കണ്ണുകൾ ഒരു വേള അവളുടെ കണ്ണുകളുമായി ഉടക്കി നിന്നു. വശ്യമായ നോട്ടവും തിളങ്ങുന്ന കണ്ണുകളും ചുവപ്പിച്ച ചുണ്ടുകളും ആരെയും മയക്കുന്ന സൗന്ദര്യവുമുള്ളൊരു പെണ്ണ്. അവൾ ആരാണെന്ന് ചിന്തിക്കാൻ ഒരു നിമിഷം അവനും മറന്നു. അവളുടെ ഇടുപ്പിലൂടെ കൈചുറ്റി അവനവളെ വീണ്ടും അവനിലേക്ക് വലിച്ചടുപ്പിച്ചതും അവൻ ഉടുത്തിരുന്ന ടവലഴിഞ്ഞ് നിലത്തേക്ക് വീണതും ഒന്നിച്ചായിരുന്നു. അവന്റെ നഗ്നത കണ്ട അവൾ ഒരു കുസൃതി ചിരിയോടെ വീണ്ടും അവനിലേക്കടുത്ത് അവനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചു. അവന്റെ കൈകൾ അവന്റെ നിയന്ത്രണത്തിൽ നിന്നും വ്യതിചലിക്കാൻ തുടങ്ങി. അവരുടെ പ്രണയ നിമിഷങ്ങൾ ചൂടുപിടിക്കുമ്പോൾ താഴെ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്ത് അകത്തേക്ക് വരികയായിരുന്നു കാർത്തിക്.